നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സഹകാരിയുടെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ SCRT പാഠപുസ്തകത്തിലെ ചാപ്റ്റേഴ്സ് കൂട്ടുകാർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. സഹകാരിയുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? SCRT പാഠപുസ്തകത്തിൽ നിന്നുമുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കിൽ ലെക്ചർ നോട്ട്സ് ആയിട്ട് പോയിന്റ്സ് അടയാളപ്പെടുത്തി പോകേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഒരു ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. 7ാം ക്ലാസ്സിലെ 11ാമത്തെ പാഠഭാഗമായിട്ടുള്ള വിവേചനങ്ങൾ. ഇപ്പോൾ വിവേചനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, പണ്ട് കാലത്ത് പ്രധാനമായിട്ടും നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്ന ഒരു വിവേചനമാണ് എന്തെന്ന് പറയുന്നത്, വർണ്ണവിവേചനം എന്ന് പറയുന്നത്. അല്ലെ, വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് പൂർണ്ണമായിട്ടും ഈ വർണ്ണവിവേചനം മാറ്റിപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാനായിട്ട് കഴിയത്തില്ല. സോ വർണ്ണവിവേചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പാഠഭാഗത്തുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു കോട്ട് നൽകിയിട്ടുണ്ട്. ആ കോട്ടോട് കൂടിയാണ് എന്ത് ചെയ്യുന്ന നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. നോക്കിയേ, ഈ കോടതി മുറിയിൽ തങ്ങി നിൽക്കുന്ന വെള്ള മേധാവിത്വത്തിന്റെ അന്തരീക്ഷം എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇതേ മേധാവിത്വം എൻ്റെ ജനങ്ങളിൽ ഏൽപ്പിച്ച മനുഷ്യവിരുദ്ധമായ ദുർനീതികൾ എന്നെ അസ്വസ്ഥനാക്കുന്നു. ഈ രാജ്യത്തെ പാർലമെന്റ് കാരണമാണ് ഞാൻ വോട്ടവകാശം ഇല്ലാത്തവനായി തീർന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. ഈ ഒരു കോട്ടൊന്ന് നോക്കി വെച്ചോളെ സുഹൃത്തുക്കളെ. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ പറയും. ഓക്കെ, സോ ആ ഒരു കോട്ടൊന്ന് നോക്കി വെച്ചോളുക. അതോടൊപ്പം തന്നെ SCRTയിൽ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള കോഡ്സ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. കാരണം PSC ഇത്തരത്തിലുള്ള കോഡ്സ് എടുത്ത് അതേപടി എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇത് ആരുടെ കോട്ടാണെന്ന് നോക്കിയേ. ഇറ്റ്സ് ബൈ നെൽസൺ മണ്ടേല. ഓക്കെ, നെൽസൺ മണ്ടേലയുടെ പ്രിറ്റോറിയ വിചാരണ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നുമുള്ള അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. സോ അതൊന്ന് നോക്കി വെച്ചോളുക. നെൽസൺ മണ്ടേലയെ പറ്റി ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ പാഠഭാഗത്ത് പഠിക്കുവാനായിട്ടുണ്ട്. സോ വർണ്ണവിവേചനത്തിന്റെ പേരിൽ വളരെ കാലം അടിച്ചമർത്തൽപ്പെട്ട അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്ന ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. സോ ആ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, നെൽസൺ മണ്ടേല. ഓക്കെ, വർണ്ണത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹം 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്കൻ ജനത നേരിട്ട വിവേചനത്തെയും അടിച്ചമർത്തലിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രാജ്യത്തിന്റെ പ്രത്യേകത നാം അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം രാജ്യത്തിന് വേണ്ടി പോരാടിയത് കൊണ്ട് തന്നെ കുറച്ച് വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആസ് എ PSC ആസ്പിറന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഭൂപടങ്ങൾ വേണം. ഏതിൻ്റെയൊക്കെ ഭൂപടങ്ങളാണ്? ഇന്ത്യയുടെ ഒരു മാപ്പ് വേണം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാപ്പ് വേണം. ദെൻ ലോകത്തിൻ്റെ ഒരു ഭൂപടം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. സോ ഇവിടെ നൽകിയിരിക്കുന്നത് നോക്കി, ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ലോക ഭൂപടം നോക്കി കണ്ടെത്തുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്താണ്, ഒരു രാജ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു സ്ഥലവും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ അകത്തുള്ള പ്രത്യേകതകളും നദികളും ചുരങ്ങളും ഒക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യണം, ഒരു മാപ്പ് കൂട്ടുകാർ കൈവശം വച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നിങ്ങളെ പഠനത്തിന് വളരെയധികം സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലോക ഭൂപടം നൽകിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ദക്ഷിണാഫ്രിക്കയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയെന്ന് കണ്ടെത്താനായിട്ടാണ്. നോക്കിയ കൂട്ടുകാരെ, അന്റാർട്ടിക്ക സമുദ്രം, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം, ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദക്ഷിണാഫ്രിക്ക വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിലേ കൂടെ വേണം, അതായത് യൂറോപ്പിൽ നിന്നുള്ള ആളുകൾക്ക് പോകാനായിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ വേണം എന്ത് ചെയ്യാനായിട്ടുള്ള, ഏഷ്യയിലോട്ടൊക്കെ വരാനായിട്ട് എളുപ്പമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ ഇങ്ങനെ ചുറ്റി കറങ്ങേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്
ഏതെന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്ക. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദക്ഷിണാഫ്രിക്ക സ്ഥാനം, ഭൂപ്രകൃതി. അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ വളരെ സമ്പന്നമായിട്ടുള്ള സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഖനികൾ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കൊരു നോട്ടം ഉണ്ടായിരിക്കും അതിൽ? ബ്രിട്ടീഷുകാർക്ക് അല്ലേ. ബ്രിട്ടീഷുകാർ ആ ഒരു പ്രദേശം അവരുടെ കൈവശമാക്കാനായിട്ടൊക്കെ ശ്രമിച്ചിരുന്നു, അത് നടന്നിരുന്നു. അവരുടെ ഒരു കോളനി ആയിരുന്നു ഏതെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം എവിടെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ഇതാ നോക്കിയേ, കണ്ടോ, അന്റാർട്ടിക് സമുദ്രവും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രവും അല്ലെ. തെക്ക് ഭാഗത്ത് എന്തുണ്ട്? അന്റാർട്ടിക്ക സമുദ്രമുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തെക്കേറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. സോ ആ സ്ഥാനം കൂട്ടുകാരൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ് അല്ലയോ. ഞാൻ പറഞ്ഞു വജ്രത്തിൻ്റെയും അതുപോലെ തന്നെ എന്താണ് സ്വർണത്തിൻ്റെയൊക്കെ ഖനികളൊക്കെ അവിടെ ഉണ്ട്. വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും ഉയർന്ന പർവ്വതനിരകൾ, വൻനദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുമുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവ യൂറോപ്യന്മാരെ ദക്ഷിണാഫ്രിക്കയിൽ ആകർഷിച്ചു അല്ലെ. യൂറോപ്യന്മാരെ ദക്ഷിണാഫ്രിക്കയിൽ ആകർഷിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ്: ഉൾനാടൻ കൃഷിഭൂമികൾ, ഖനികൾ, കാലാവസ്ഥ, അതുപോലെ തന്നെ മനുഷ്യ സമ്പത്ത്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, അവർക്ക് ഏഷ്യയിലോട്ട് വരാനുള്ള എളുപ്പ മാർഗമാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂട്ടുകാരെ. ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. ഓക്കെ, അതിന്റെ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം. ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ശുഭപ്രതീക്ഷ മുനമ്പ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ശുഭപ്രതീക്ഷ മുനമ്പ് വരുന്നത്, അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഓക്കെ, അപ്പോൾ അതിന്റെ പൊസിഷൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ശുഭപ്രതീക്ഷ മുനമ്പ് യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രങ്ങളിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തെത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് അല്ലെ. കാര്യം എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഏഷ്യയിലോട്ട് എത്തിച്ചേരാനായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു വഴി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഏഷ്യയിലോട്ട് എത്താനുള്ള പ്രതീക്ഷ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ എന്ത് ചെയ്യുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നുള്ള പേര് വന്നിട്ടുള്ള. ഓക്കെ, ശുഭപ്രതീക്ഷ മുനമ്പ്. അപ്പോൾ കൂട്ടുകാർക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് മാപ്പ് നോക്കി പഠിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല, നമ്മുടെ മനസ്സിൽ തന്നെ അത് ഫീഡായി കിടക്കും. ഓക്കെ, അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് PSC ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമുക്കത് പഠിച്ചിരിക്കേണ്ടതാണ്. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കോളനി വൽക്കരണം അല്ലെ. എന്താണ് കോളനി വൽക്കരണം എന്ന് പറയുന്നത്? ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനി വൽക്കരണം എന്ന് പറയുന്നത്. ഈ ഒരു സെന്റൻസ് അതുപോലെ പഠിച്ചു വച്ചേക്കുക. കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PSC എക്സാമിന് അതേപടി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ചോദിക്കാം, ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് ഒരു രാജ്യത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് കോളനി വൽക്കരണം. ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഒരു കോളനി ആയിരുന്നു. അതോടൊപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയും അങ്ങനെ കോളനി ആകുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക കോളനി വൽക്കരിക്കപ്പെടുന്നു. സാൻ ഖോസോ തുടങ്ങിയ ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്.
സാൻ ഖോസോ, ഇവ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങളായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ. ആഫ്രിക്കയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ഗോത്ര വിഭാഗമായിരുന്നു ആദ്യമായി ഇവിടേക്ക് കുടിയേറ്റം നടത്തിയത്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങി. 17-ാം നൂറ്റാണ്ടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ ഡച്ച് സ്വാധീനം ശക്തമാകുകയും കേപ്പ് ടൗൺ എന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. അപ്പോൾ എന്താണ് കൂട്ടുകാർ ഇവിടെ പറയുന്ന കാര്യം? അതായത് സാൻ ഖോസോ, ഓക്കെ, അവരായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ വന്ന് താമസിച്ചിരുന്ന ആദ്യത്തെ ജനവിഭാഗങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും എത്തിയ ഒരുപാട് ഗോത്ര വിഭാഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ആര് വരുന്നു? യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിലോട്ട് വരികയും അതുപോലെ തന്നെ 17-ാം നൂറ്റാണ്ടോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡച്ചുകാരുടെ അല്ലെങ്കിൽ നെതർലാൻഡ്സിന്റെയൊക്കെ സ്വാധീനം ശക്തമാക്കുകയും കേപ്പ് ടൗൺ എന്ന് പറയുന്ന പ്രദേശം അവരുടെ പ്രധാന കോളനിയായി മാറുകയും ചെയ്തു. കാരണം എന്തായിരിക്കും? അവിടെ ഒരുപാട് സമ്പത്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഒരു കേപ്പ് ടൗൺ എന്നുള്ള പ്രദേശം. 18-ാം നൂറ്റാണ്ടോടുകൂടി ആര് വരുന്നു? ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിലോട്ട് എത്തിച്ചേരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശം സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയിലോട്ട് വരുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏഷ്യയിലോട്ട് എത്തിച്ചേരാനായിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ആഫ്രിക്കയിലോട്ട് കൂടി ആ ഒരു പ്രദേശത്തോടു കൂടി സഞ്ചരിച്ചു വരിക. സോ അതിനു വേണ്ടി അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്ന ദക്ഷിണാഫ്രിക്ക കൈക്കലാക്കുക. അത് ബ്രിട്ടീഷുകാർ മാത്രമല്ല, ഡച്ചുകാരും മറ്റ് പല ജനവിഭാഗങ്ങളും അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഗ്രേറ്റ് ട്രക്ക്, ബൂവറുകൾ. സോ എന്താണ് ബൂവറുകൾ എന്ന് പറയുന്നത്? യൂറോപ്പിൽ നിന്നും ആദ്യം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. ഓക്കെ, സോ ബൂവറുകൾ നമുക്ക് വേണ്ടതാണ്. ബൂവറുകൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏതൊക്കെയാണ്? ഈ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഡച്ച് അല്ലെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ആരെന്ന് പറയുന്ന ബൂവറുകൾ. കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം. പിൻകാലത്ത് ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനാർ എന്നും ഇവരുടെ ഭാഷയെയും സംസ്കാരത്തെയും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെട്ടു. അപ്പോൾ സുഹൃത്തുക്കളെ മനസ്സിലായല്ലോ. അതായത് ഈ ഒരു ഈ ബൂവറുകളാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലെ ഒരു കോളനിയായി വൽക്കരിക്കാനായിട്ട് ശ്രമം നടത്തിയത്. സോ ഏതൊക്കെ ജനവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളായിരുന്നു? നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഡച്ച് അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ആരെന്ന് പറയുന്നത്? ബൂവറുകൾ. ബൂവർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു ഡച്ച് പദമാണ്. അതിന്റെ അർത്ഥം കൃഷിക്കാരൻ എന്നുള്ളതാണ്. പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ജനവിഭാഗങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി? ആഫ്രിക്കാനാർ എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇവരുടെ ഭാഷയെ എന്തെന്നറിയപ്പെടാനായിട്ട് തുടങ്ങി? ഇവരുടെ ഭാഷയെ ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെടുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു കാര്യം, ബൂവറുകൾ ആരാണെന്ന് മനസ്സിലായല്ലോ. ആ ഒരു കാര്യം അവിടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനി വൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെ ബാധിച്ചു? അതായത് ഈ ബൂവർമാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവര് ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ അവരുടെ കൈക്കലാക്കിയ പ്രദേശത്തുള്ള ആളുകളെ അടിമകളായിട്ട് പരിഗണിച്ചിരുന്നു. ഓക്കെ, പരിഗണിക്കുകയല്ല, അവരെ ദ്രോഹിച്ചിരുന്നു. ഓക്കെ, അതായത് അവരെ കൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക? പണിയെടുപ്പിക്കുക. ഓക്കെ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ അവരെ കൊണ്ട് ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് തട്ടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളോടുകൂടി ആളുകളെ എന്ത് ചെയ്തിരുന്നു? വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. സോ എന്താണ് അപ്പോൾ ബ്രിട്ടൻകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ഡച്ചുകാരിൽ നിന്നും കേപ്പ് കോളനി പിടിച്ചെടുത്ത ബ്രിട്ടൻ ആ പ്രദേശത്ത് ചില നയങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ ഡച്ചുകാരിൽ നിന്നും ആദ്യം ചെയ്ത കാര്യം എന്താണ്? ആ ഒരു കേപ്പ് കോളനി അങ്ങ് പിടിച്ചെടുത്തു. സോ കേപ്പ് കോളനി പിടിച്ചെടുത്തതിന് ശേഷം ബ്രിട്ടൻകാർ നടപ്പിലാക്കിയ പദ്ധതികൾ അല്ലെങ്കിൽ നയങ്ങളൊക്കെ എന്തായിരുന്നു? ഡച്ച് ഭാഷയ്ക്ക്
ഉപരോധം ഏർപ്പെടുത്തി. ആദ്യമേ എന്ത് ചെയ്തു? ഡച്ച് ഭാഷ ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് ശിക്ഷാ നടപടികളൊക്കെ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ആ ഡച്ച് ഭാഷയെ ഉപരോധിച്ചു. ഓക്കെ, അതിനുശേഷം ഇംഗ്ലീഷ് കേപ്പ് കോളനിയിലെ ഏക ഭാഷയാക്കി. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവരുടെ മദർ ടങ് അല്ലെങ്കിൽ മാതൃഭാഷയാക്കി മാറ്റി. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്വം നിരോധിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 19-ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടൻ എന്ത് ചെയ്യുകയാണ്? തങ്ങളുടെ കോളനികൾ അടിമത്വം എന്ന് പറയുന്ന കാര്യം നിരോധിച്ചു. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ഡൗട്ട് വരുമേ, ബ്രിട്ടൻകാർ അങ്ങനെ അടിമത്വമൊക്കെ നിരോധിക്കോ? നിരോധിച്ചിരുന്നു. ഓക്കെ, അവരെന്ത് ചെയ്തു? അടിമത്വം നിരോധിച്ചു. സോ ഈ അടിമത്വം നിരോധിച്ചത് കൊണ്ട് തന്നെ അത് കൂടുതലായി ആരെ ബാധിച്ചു? ഭൂവറുകളെ ബാധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ഭൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ ഇവര് ബ്രിട്ടൻകാർ ചെയ്ത കാര്യം അറിയാലോ, എന്ത് ചെയ്തു? അടിമത്വം അങ്ങ് നിരോധിച്ചു. ഓക്കെ, ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കേപ്പ് കോളനിയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക് എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് ഗ്രേറ്റ് ട്രക്ക് എന്ന്. ഓക്കെ, ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഈ ബ്രിട്ടൻകാർ എന്ത് ചെയ്തു? ബൂവറുകളെ ആക്രമിച്ചു. ഓക്കെ, സോ അവരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ബൂവറുകൾ എന്ത് ചെയ്യുകയാണ്? ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തുന്ന പലായനം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അത് പിടികിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ബൂവറുകൾ എന്താണെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ട്രക്ക് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആ കോളനി വൽക്കരണ പദ്ധതികൾ എങ്ങനെയാണ് ബൂവറുകളെ ബാധിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ കൂട്ടുകാരെ, അടുത്ത നോക്കിയേ, ബൂവർ യുദ്ധങ്ങൾ. എന്താണ് ബൂവർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്? ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തിരുത്തിയ ബൂവർ യുദ്ധങ്ങൾക്ക് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സാഹചര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഖനികൾ. ആ ഖനികളിൽ എല്ലാവരും നോട്ടമിട്ടിരുന്നു. ഓക്കെ, അതുകൊണ്ട് അത് കൈക്കലാക്കിയാൽ സമ്പന്നരായി തീരാം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രധാനമായിട്ടും അധികാരം സ്ഥാപിച്ചവർ തമ്മിൽ ഒരു കലഹവും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നു. അത് ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. സോ ബൂവർ യുദ്ധങ്ങൾ നമ്മുടെ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഇത്. ബൂവർ യുദ്ധങ്ങൾ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബൂവർ റിപ്പബ്ലിക്കിന്റെ അതിനി പ്രദേശങ്ങളിൽ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന സ്വർണ വജ്ര ഉൽപാദകരായി ദക്ഷിണാഫ്രിക്ക മാറി. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണവും വജ്രങ്ങളും ഒക്കെ കിട്ടുന്ന പ്രദേശം ഏതായിട്ട് മാറി സുഹൃത്തുക്കളെ? ദക്ഷിണാഫ്രിക്കയായിട്ട് മാറി. ബൂവർ റിപ്പബ്ലിക്കുകളെ ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചതോടുകൂടിയാണ് ബൂവർ യുദ്ധങ്ങൾ ആരംഭിച്ചത്. ഓക്കെ, സോ അവിടെ എന്താണ്? ഈ ഇത്രയും സമ്പന്നമായിട്ടുള്ള പ്രദേശം അല്ലെ, ആ സമ്പന്നമായിട്ടുള്ള പ്രദേശം ആരുടെ കയ്യിലിരിക്കുന്നു? ബൂവർമാരുടെ കയ്യിലിരിക്കുന്നു. ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കോ? ഒരിക്കലും ഇല്ല. ഓക്കെ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ആ പ്രദേശങ്ങളുടെ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എത്ര തവണ ആ യുദ്ധം നടന്നിട്ടുണ്ട്? ഒന്നാം ബൂവർ യുദ്ധവും രണ്ടാം ബൂവർ യുദ്ധവും 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ആ യുദ്ധം അവിടെ നടന്നിട്ടുണ്ട്. സോ ഒന്നാം ബൂവർ യുദ്ധത്തിന്റെ വർഷം നോക്കിയേ, വർഷം പഠിച്ചിരിക്കേണ്ടതാണ്. 1880 മുതൽ 1881 വരെയാണ് ഒന്നാം ബൂവർ യുദ്ധം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വർഷം കൂട്ടുകാർ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. വർഷങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടത്? സ്റ്റിക്ക് നോട്ട്സിൽ എഴുതി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പ്ലേസിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് എവിടെയെങ്കിലും വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? ആ സ്റ്റിക്ക് നോട്ട്സ് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ പോലും അറിയാതെ എന്ത് ചെയ്യും? ആ വർഷങ്ങളിലൂടെ നിങ്ങൾ പോകും. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഓക്കെ, സോ ഒന്നാം ബൂവർ യുദ്ധം 1880 മുതൽ 1881 വരെ. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഭരണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ബൂവറുകളിൽ നിന്നും ട്രാൻസ്വാൾ പിടിച്ചെടുത്തു. അതായത് ബൂവറുകളെ കയറി അങ്ങോട്ട് ആക്രമിച്ചു എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ട്രാൻസ്വാൾ പിടിച്ചെടുക്കുകയാണ്. ഇതോടെ ഒന്നാം ബൂവർ യുദ്ധം ആരംഭിച്ചു. വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ യുദ്ധത്തിൽ ബൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാൾ സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങോട്ട് കയറി ആക്രമിച്ച് എന്ത് ചെയ്യുകയാണ്? ഈ യുദ്ധത്തിൽ
യുദ്ധത്തിൽ ആര് ജയിക്കുകയാണ്? ബൂവറുകൾ വിജയിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം ബൂവർ യുദ്ധത്തിൽ ആര് വിജയിക്കുന്നു? ബൂവറുകളാണ് വിജയിക്കുന്നത്. ബ്രിട്ടൻ അല്ല, ബൂവറുകൾ അവിടെ വിജയിക്കുന്നു. ഓക്കെ, ബൂവറുകളാണ് അവിടെ ഒന്നാം ബൂവർ യുദ്ധത്തിൽ വിജയിക്കുന്നത്. ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയാണ്. അപ്പോൾ ട്രാൻസ്വാൾ മാത്രമല്ല, അതിന്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി പണി വാങ്ങിക്കുകയാണ് ചെയ്തത്. എങ്കിൽ ബ്രിട്ടൻ വെറുതെ ഇരിക്കോ? ഇല്ല. ഉടൻ തന്നെ എന്ത് ചെയ്തു? രണ്ടാം ബൂവർ യുദ്ധവും തുടങ്ങി. ഇപ്പൊ രണ്ടാം ബൂവർ യുദ്ധത്തിനുണ്ട് പ്രധാനപ്പെട്ട കാരണം. PSC മുൻകാല ചോദ്യ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. എന്തായിരുന്നു രണ്ടാം ബൂവർ യുദ്ധത്തിന്റെ കാരണം? എന്താണെന്ന് നോക്കിയേ. സ്വർണ്ണ ഖനികളിൽ നിന്നുമുള്ള സമ്പത്തും അവയുടെ നിയന്ത്രണവും സംബന്ധിച്ച തർക്കങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിലോട്ട് നയിച്ചത്. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഈ സ്വർണത്തിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ സമ്പത്തിന്റെയും നിയന്ത്രണം ആർക്ക് എന്നുള്ളതിന്റെ പേരിൽ ഒരു തർക്കം വന്നു. ആ തർക്കം വന്നതിന്റെ പേരിൽ അങ്ങോട്ട് ആക്രമണവും തുടങ്ങി. ബൂവർ ഭരണാധികാരികൾക്ക് ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. അപ്പോൾ ബൂവർ ഭരണാധികാരികൾ എന്ത് ചെയ്യുകയാണ്? ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തുകയാണ്. ഖനികളിലെ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടത്തെയുള്ള ബ്രിട്ടീഷുകാരായിട്ടുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെടുകയാണ്. റിപ്പബ്ലിക്കൻ ഭരണാധികാരികൾ ഈ ആവശ്യം നിരസിച്ചതോടെ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിനാശകരമായ സായുധ പോരാട്ടമായ രണ്ടാം ബൂവർ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞു. എന്താണ്? ആ ഒരു സമ്പത്തിന്റെ നിയന്ത്രണം, അതിന്റെ പേരിലുള്ള തർക്കം. രണ്ടാമത്തെ കാരണം എന്താണ്? ഖനികൾക്ക്, അതായത് ബ്രിട്ടീഷ് തൊഴിലാളികൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുകയാണ്? അവിടെ വോട്ടവകാശം അവരാവശ്യപ്പെട്ടു, അത് നിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ ബൂവർ ഭരണാധികാരികൾ എന്ത് ചെയ്തു? ഖനികൾക്ക് നികുതി ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് ബ്രിട്ടൻ വോട്ടവകാശം ആവശ്യപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്തു? അത് നിരസിച്ചു. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? ആ ഒരു സമ്പത്തിന്റെ നിയന്ത്രണം. ഈ മൂന്ന് കാര്യങ്ങളാണ് രണ്ടാം ബൂവർ യുദ്ധത്തിന്റെ ആ ഒരു യുദ്ധത്തിലോട്ട് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധത്തിന്റെ വർഷം നോക്കിയേ. 1899 മുതൽ 1902 വരെ. ഓക്കെ, ഈ ഒരു കാര്യവും അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നാം ബൂവർ യുദ്ധവും രണ്ടാം ബൂവർ യുദ്ധവും. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധം തീർന്നില്ല. രണ്ടാം ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബൂവർ റിപ്പബ്ലിക്കുകളെ പരാജയപ്പെടുത്തി. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യം വിജയിച്ചു. അവരെന്ത് ചെയ്തു? ബൂവർ റിപ്പബ്ലിക്കുകളെ അവർ പരാജയപ്പെടുത്തി. ഇവിടെ വിജയം ആരായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. എന്നാൽ ഒന്നാം ബൂവർ യുദ്ധത്തിൽ ആർക്കായിരുന്നു വിജയം? ബൂവർക്കായിരുന്നു വിജയം. പക്ഷെ രണ്ടാമതില് ബ്രിട്ടീഷ് വിജയിച്ചു. വെരിനിഗിങ് എന്ന സന്ധി, അതായത് ഈ വെരിനിഗിങ് എന്ന് പറയുന്ന സന്ധി ഒരു സമാധാന ഉടമ്പടിയാണ്. ആരൊക്കെ തമ്മിലായിരിക്കും? ബ്രിട്ടീഷുകാരും അതോടൊപ്പം തന്നെ ബൂവർമാരും തമ്മിലുള്ള ഒരു സന്ധി. അപ്പോൾ ആ ഒരു സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു. ഓക്കെ, അപ്പോൾ ബ്രിട്ടൻ ആണ് ഇനി എല്ലാത്തിൻ്റെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ഇനി എല്ലാം നിയന്ത്രിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ആരംഗീകരിച്ചു? ബൂവർമാർ അംഗീകരിച്ചു. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഭരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്വയംഭരണ പ്രദേശമായതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു? യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക അവർ രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കാനർമാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. ഈ ആഫ്രിക്കാനർമാർ ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആരാണ്? ഈ ബൂവർമാർ തന്നെയാണ് പിന്നീടുള്ള കാലങ്ങളിൽ ആഫ്രിക്കാനർമാർ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ആഫ്രിക്കാനർമാർക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. പുതിയൊരു ഭരണഘടന അവരുണ്ടാക്കി. ആ ഭരണഘടന അനുസരിച്ച് ഇവർക്കാണ് മുൻഗണന. അതോടൊപ്പം തന്നെ കറുത്ത വർഗക്കാർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ കറുത്ത വർഗക്കാർക്ക് എന്ത് ചെയ്തു? അവരുടെ അടിസ്ഥാന ആവശ്യം നിഷേധിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ആഫ്രിക്കാനർമാർക്കും ബ്രിട്ടീഷുകാർക്കും കൂടുതൽ പരിഗണന ലഭിച്ചു. പുതിയ ഭരണഘടന അനുസരിച്ച് അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്വയംഭരണ പ്രദേശം എന്നുള്ള നിലയിൽ ഒരു പേരും രൂപീകരിച്ചു, യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അടുത്ത നോക്കിയേ.
മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ. അപ്പോൾ മഹാത്മാഗാന്ധി അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു വലിയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. ആ സംഭവമാണ് തൻ്റെ ആത്മകഥയായിട്ടുള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്നുള്ള ആ ഒരു ഭാഗത്ത് ഗാന്ധിജി പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു സംഭവം കൂട്ടുകാർക്ക് അറിയായിരിക്കും. എന്താണ്? ആ ട്രെയിനിൽ ഗാന്ധിജി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ ഉദ്യോഗസ്ഥർ വന്ന് ഗാന്ധിജിയുടെ അടുത്ത് മാറാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഗാന്ധിജി പറ്റില്ലെന്ന് പറയുന്നു. പിന്നെ ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്? ആ ട്രെയിനിൽ നിന്നും ആ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്ത് ചെയ്യുന്നു? തള്ളി ആ ട്രെയിനിൽ നിന്നും മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ജസ്റ്റ് ഒന്ന് അവിടെ വായിക്കുക. അപ്പോൾ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ PSCക്ക് ഇഷ്ടമുള്ള ഒരു വർഷമാണ് 1893. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്നാണ് സുഹൃത്തുക്കളെ? 1893. അപ്രഖ്യാപിത വർണ്ണവിവേചനത്തിന്റെ കാലമായിരുന്നു അത്. അപ്പോൾ വളരെ ഒരു വിവേചനം. നേരത്തെ നമ്മൾ പറഞ്ഞു ഭരണഘടന രൂപീകരിച്ചു. അവിടുത്തെ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കന്മാർക്കുമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ പരിഗണന ലഭിച്ചിരുന്നത്. കറുത്ത വർഗക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ചിരുന്നു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൽ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിച്ചിരുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി: ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്ന നോക്കിയ സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഒപ്പീനിയൻ, അതാണ് നമുക്ക് PSC ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യക്കാരുടെ അഭിപ്രായം. ഇന്ത്യൻ ഒപ്പീനിയൻ. ലെക്ചർ നോട്ട് എഴുതുന്ന കൂട്ടുകാരെ ഉറപ്പായിട്ട് എഴുതി വെച്ചിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ചു മടുത്ത ഒരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ആഫ്രിക്കന്മാരാണ് എന്ത് ചെയ്യുന്നത്? അതിൽ പറയുന്ന കാര്യമാണ് ആഫ്രിക്കന്മാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. ആ ഒരു വെള്ളക്കാരാകട്ടെ എന്ത് ചെയ്യുകയാണ്? ബലപ്രയോഗത്തിലൂടെ ആ ഭൂമി അവരുടെ അധീനതയിൽ കൈവശം വച്ചിരിക്കുകയാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ, വിവേചനത്തിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ള പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. രണ്ടാം ബൂവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോൾ രണ്ടാം ബൂവർ യുദ്ധ സമയത്ത് ഗാന്ധിജി എവിടെ ഉണ്ടായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. സത്യാഗ്രഹം, നിസ്സഹരണം, നിയമലംഘനം അല്ലെ, നമ്മുടെ ഇന്ത്യയിലൊക്കെ അദ്ദേഹം നടപ്പിലാക്കിയ ഒരു സമര രീതിയായിരുന്നു. എന്തൊക്കെയാണ്? സത്യാഗ്രഹം, നിസ്സഹരണം, നിയമലംഘനം. ഈ ഒരു കാര്യങ്ങളൊക്കെ ഗാന്ധിജി പരീക്ഷിച്ചത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെട്ടിരുന്ന എന്താണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല. കാര്യം എന്താ? കാര്യം ഗാന്ധിജി സത്യാഗ്രഹവും നിസ്സഹരണവും നിയമലംഘനം പോലുള്ള സമര രീതികൾ പരീക്ഷിച്ചത് എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കുറച്ച് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ഗാന്ധിജി ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എങ്ങനെയാണ് അതിലോട്ട്, ആ ഒരു സംഘടനയിലോട്ട് നയിച്ചത്, ആ സംഘടനാ രൂപീകരണത്തിലോട്ട് നയിച്ചത്? അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബ്രിട്ടൻ എന്ത് ചെയ്യുകയാണ്? പുതിയൊരു ഭരണഘടന രൂപീകരിക്കുന്നു അല്ലെ. ആ ഭരണഘടന പ്രകാരം ബ്രിട്ടീഷുകാർക്കും അതോടൊപ്പം തന്നെ ബൂവർമാർക്കുമാണ് കൂടുതൽ പരിഗണന ലഭിച്ചിരുന്നത്. അതേസമയം തന്നെ ആർക്ക് പരിഗണന ലഭിച്ചിരുന്നില്ല? കറുത്ത വർഗക്കാർക്ക് ഒരു തരത്തിലുള്ള പരിഗണന ലഭിച്ചിരുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. അതായത് അവിടെയുള്ള ആ ഒരു സ്വയംഭരണ പ്രദേശമായതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ അധികാരത്തിൽ വരുന്നത് ആരായിരിക്കും? വെള്ളക്കാരായിരിക്കും അധികാരത്തിൽ വരുന്നത്. സോ വെള്ളക്കാർ വന്നത് കൊണ്ട് തന്നെ കറുത്ത വർഗക്കാർക്ക് വളരെ പല രീതിയിലുമുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ആഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നയിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി അല്ലെ. വെള്ളക്കാർ അധികാരത്തിലെത്തി. അതുകൊണ്ട് തന്നെ
പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ഓക്കെ, അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, അതായത് അവിടെ വർണ്ണ വിവേചനം നിലവിൽ വന്നു. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. കറുത്ത വർഗ്ഗക്കാർക്ക് എന്ത് ചെയ്തു? അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. അവകാശങ്ങൾ നഷ്ടപ്പെട്ടാൽ മിണ്ടാതിരിക്കും അവര്? ഒരിക്കലും ഇല്ല. അവരെന്ത് ചെയ്തു? അവരുടെ അവകാശ സംരക്ഷണത്തിനായി സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ചു. അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലായല്ലോ. കറുത്ത വർഗ്ഗക്കാർക്ക് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച സംഘടന. വിവേചനത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക പടുത്തുയർത്തുന്നതിന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ പല സമരമാർഗങ്ങളും ആവിഷ്കരിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു നിയമങ്ങൾ? ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ ഒരു നിയമങ്ങൾ ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. നോക്കിയേ, ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ നിയമം ഖനി തൊഴിൽ നിയമം, അല്ലെങ്കിൽ ദ മിൻസ് ആൻഡ് വർക്ക്സ് റെഗുലേഷൻസ് ആക്ട്. അതിന്റെ ഫലം എന്തായിരുന്നു? അല്ലെങ്കിൽ ഖനി തൊഴിൽ നിയമത്തിന്റെ ഫലം എന്തായിരുന്നു? വൈദ്യുത്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്തു. അതായത് തൊഴിൽ ചെയ്യാനുള്ള അവകാശങ്ങൾ പോലും എന്ത് ചെയ്യുകയാണ്? അവിടെ നിഷേധിക്കപ്പെടുന്നു. പ്രാദേശിക ഭൂനിയമം അല്ലെങ്കിൽ നേറ്റീവ്സ് ലാൻഡ് ആക്ട്. കറുത്തവർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവച്ച പ്രത്യേക പ്രദേശങ്ങളിൽ അല്ലാതെ മറ്റിടങ്ങളിൽ നിന്നും ഭൂമി വാങ്ങാൻ അവകാശമില്ല. അതായത് ഭൂമി വാങ്ങാനുള്ള അവകാശം പോലും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിഷേധിക്കപ്പെടുന്നു. ദെൻ പ്രാദേശിക നഗരപ്രദേശ നിയമം അല്ലെങ്കിൽ ദ നേറ്റീവ്സ് അർബൻ ഏരിയാസ് ആക്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി, അല്ലെ? അതായത് ഒരു സ്ഥലത്ത് പോവാൻ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കുന്നു. വോട്ടർമാർക്ക് പ്രത്യേക പ്രാതിനിധ്യ നിയമം കറുത്ത വർഗ്ഗക്കാർക്ക് പൊതു വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഒരു സെന്റൻസ് നെൽസൺ മണ്ടേല പറഞ്ഞ സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അദ്ദേഹത്തിന് ചില അവകാശങ്ങൾ നഷ്ടപ്പെട്ടു, വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. ഓക്കെ, ആ വോട്ട് ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടത് ഏത് നിയമം മൂലമാണ്? ഈ ഒരു വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം അല്ലെങ്കിൽ സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട് പ്രകാരം അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ? അദ്ദേഹത്തിന്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. കറുത്ത വർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അപ്പോൾ ഇത്രയും നിയമങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അതായത് ദക്ഷിണാഫ്രിക്കയിൽ അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമങ്ങളും അവയുടെ ഫലങ്ങളും എന്തെല്ലാമാണെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. പഠിക്കാൻ എളുപ്പമാണ്. ആ ഒരു പേര് മാത്രം, നിയമം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഖനി തൊഴിൽ നിയമം, തൊഴിൽ നിഷേധിക്കപ്പെട്ടു. പ്രാദേശിക നിയമം എന്താണ്? അവർക്ക് ആ ഒരു ഭൂമി വാങ്ങാനുള്ള അവകാശമില്ലാതെയായി. ദെൻ പ്രാദേശിക നഗരപ്രദേശ നിയമം എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ദെൻ വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നു. ദെൻ നെൽസൺ മണ്ടേല. അപ്പോൾ നെൽസൺ മണ്ടേലയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ആത്മകഥയുടെ പേര് അറിഞ്ഞിരിക്കണം. എന്താണ്? ലോങ് വോക്ക് ടു ഫ്രീഡം. ഓക്കെ, ലോങ് വോക്ക് ടു ഫ്രീഡം. അപ്പോൾ ലോങ് വോക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്നുമുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെൽസൺ മണ്ടേലയെ പറ്റി നോക്കാം. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഇമ്പോർട്ടൻ്റ് ആണ് കൂട്ടുകാരെ. രോലിലാഹില എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. രോലിലാഹില എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ പേര് മാൻഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാഡില ഹെൻറി മണ്ടേലയും മാതാവ് നോസ്കനി ഫാനിയുമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് അഭിഭാഷിക
ബിരുദം നേടുകയും ചെയ്തു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ച വർഷം അറിഞ്ഞിരിക്കുക, 1918 ജൂലൈ 18. അതോടൊപ്പം തന്നെ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേര് ലോങ് വോക്ക് ടു ഫ്രീഡം. അടുത്ത് നോക്കി, അപ്പോൾ നെൽസൺ മണ്ടേല ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പ്രവർത്തകരുണ്ടായിരുന്നു. അത് ആരൊക്കെയാണെന്ന് നോക്കാം. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചു. അപ്പോൾ നെൽസൺ മണ്ടേല രൂപീകരിച്ച സംഘടന ഏതാണ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന. ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ അതേപോലെ എടുത്ത് ചോദിക്കാം. നെൽസൺ മണ്ടേല യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിക്കുകയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ അംഗമെടുക്കുകയും ചെയ്തു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആദ്യമേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘടന രൂപീകരിച്ചത് ആരാണ്? നെൽസൺ മണ്ടേലയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റ് നേതാക്കളാണ് ആരെന്ന് പറയുന്നത് വാൾട്ടർ സിസിലു, ഒലിവർ താംബോ, ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്നവർ എന്ത് ചെയ്തു? മണ്ടേലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരുടെ ചിത്രങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത നോക്കി, വർണ്ണവിവേചനം. കറുത്ത വർഗക്കാർക്കെതിരെ വംശീയമായും സാമ്പത്തികപരമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിന്റെ സാമൂഹ്യ ക്രമമാണ് വർണ്ണവിവേചനം. ദക്ഷിണാഫ്രിക്കയിലെ ഇതര ജനവിഭാഗങ്ങളിൽ നിന്നും വെളുത്ത വർഗക്കാർക്ക് ഉയർന്ന പരിഗണന ഇതുമൂലം ഉറപ്പാക്കപ്പെട്ടു. 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടി വേർതിരിവും വിവേചനവും നിയമം മൂലം നടപ്പാക്കിക്കൊണ്ട് വർണ്ണവിവേചനം നിയമാനുസൃതമാക്കി. വർണ്ണവിവേചനം നടപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1948 എന്ത് ചെയ്യുന്നുണ്ട്? അധികാരത്തിലെ നാഷണൽ പാർട്ടി വരുന്നുണ്ട്. അപ്പോൾ നാഷണൽ പാർട്ടി വന്നതിന് ശേഷം വർണ്ണവിവേചനം എന്ത് ചെയ്യുകയാണ്? ഒരു നിയമാനുസൃതം അങ്ങോട്ടാക്കി. ഓക്കെ, അപ്പോൾ പിന്നെ ആർക്കെങ്കിലും എതിർത്താൽ എന്ത് ചെയ്യും? അവർക്ക് അതിൻ്റെതായിട്ടുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഒരു നിയമം? അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, 1948 അധികാരത്തിൽ വന്ന നാഷണൽ പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു വർണ്ണവിവേചനത്തിന്റെ നിയമം നടപ്പിലാക്കുന്നത്. സോ അത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ ആ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? പാസ് നിയമം, നേറ്റീവ് പാസ് ലോ ആക്ട്. കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ അല്ലെങ്കിൽ പാസസ് വേണമായിരുന്നു. ഈ പാസസ് വേണ്ടിയിരുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കാൻ മറ്റൊരു സ്ഥലത്തോട്ട് പോകേണ്ടിയിരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചില അനുമതി പത്രങ്ങളൊക്കെ വേണ്ടിയിരുന്നു. എപ്പോഴാണ്? കോവിഡ് കാലത്ത് അല്ലേ. പക്ഷെ ഇതെന്താണ്? ആ ഒരു നിയമം ഓൾറെഡി അവിടെയുള്ള ജനവിഭാഗങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? പാസ് നിയമം എന്ന് പറയുന്നത്. കോവിഡിന്റെ സമയത്ത് എന്താണ്? അതൊരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് നമ്മൾ നടപ്പിലാക്കിയ ഒരു നയമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? കറുത്ത വർഗക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് പാസ് വാങ്ങണം, അല്ലെങ്കിൽ അവർക്ക് പോകാനായി കഴിയത്തില്ല. അതായിരുന്നു പാസ് നിയമം എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ഏരിയ നിയമം. വംശത്തെ അടിസ്ഥാനമാക്കി ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റി ഈ വ്യവസ്ഥ മഹാവർണ്ണ വിവേചനം അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്പർത്തൈഡ് എന്നുള്ള പേരിലും അറിയപ്പെട്ടു. അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ന സ്ഥലത്ത് ജീവിക്കണം, മറ്റേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു സ്ഥലത്ത് ജീവിക്കണം എന്നുള്ള നയം അവിടെ നടപ്പിലാക്കുന്നു. അതാണ് ആ ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് ഏരിയ നയം. ആ വേർഡ് തന്നെയുണ്ട്. ഗ്രൂപ്പ്, ആളുകളെ ഗ്രൂപ്പാക്കി മാറ്റി ഒരു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം അല്ലെങ്കിൽ പോപ്പുലേഷൻ റെഗുലേഷൻ ആക്ട്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. അതായത് അവർ ഏത് വംശത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഒരു തിരിച്ചറിയൽ കാർഡ് ഉറപ്പായിട്ടും 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും നേടിയിരിക്കണം എന്നുള്ള നിയമമാണ് എന്തെന്ന് പറയുന്നത്? ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം എന്ന് പറയുന്നത്. അടുത്ത നിയമം നോക്കിയേ, ബെൻഡു അധികാര നിയമം അല്ലെങ്കിൽ ഹോം ലാൻഡ് സിസ്റ്റം ബെൻഡു അതോറിറ്റീസ് ആക്ട്. കറുത്തവർ
പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരന്മാരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. സോ ബെൻഡു അധികാര നിയമം അല്ലെങ്കിൽ ഹോംലാൻഡ് സിസ്റ്റം പ്രകാരം എന്ത് ചെയ്യുകയാണ്, ഈ കറുത്ത വിഭാഗത്തെ പ്രത്യേക പൗരന്മാരാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൗരത്വം നഷ്ടപ്പെടുന്നു. അതായത് അവരെ ആ ഒരു രാജ്യത്തിന്റെ പൗരന്മാരായി പോലും കണക്കാക്കുന്നില്ല. അപ്പോൾ ബെൻഡു അധികാര നിയമം എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരന്മാരാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുന്നു. സോ പൗരത്വം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള നിയമങ്ങളിൽ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്, ബെൻഡു അധികാര നിയമം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാസ് നിയമം, അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഏരിയ നിയമം, ദെൻ മൂന്നാമത്തെ ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം, നാലാമത്തത് ബെൻഡു അധികാര നിയമം. ഓക്കെ, ഈ 4 നിയമങ്ങളും അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത നോക്കിയേ, പ്രത്യേക സൗകര്യ സംഭരണ നിയമം അല്ലെങ്കിൽ റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് അമെൻഡീസ് ആക്ട്. മൈതാനങ്ങൾ, ബീച്ചുകൾ, ബസ്, ആശുപത്രി, സ്കൂളുകൾ, പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, അതായത് ഇവിടെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡുകളൊക്കെ സ്ഥാപിച്ചു. ഇവിടെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ വരാവൂ, ഇവിടെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനമില്ല തുടങ്ങിയ സൈൻ ബോർഡ്സ് അവിടെ വയ്ക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, പ്രത്യേക സൗകര്യ സംഭരണ നിയമം. അടുത്ത നോക്കിയേ, ബെൻഡു വിദ്യാഭ്യാസ നിയമം, ദ ബെൻഡു എഡ്യൂക്കേഷൻ ആക്ട്. കറുത്ത വർഗ്ഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി. അതായത് മോഡേൺ എഡ്യൂക്കേഷൻ. ഓക്കെ, ആ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കറുത്ത വർഗ്ഗക്കാർക്ക് നിഷേധിക്കപ്പെട്ടു. അവർക്ക് എന്താണ്, പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രമാണ് പിന്തുടരാനായിട്ട് അവകാശം നൽകിയത്. അതാണ് ബെൻഡു വിദ്യാഭ്യാസ നിയമം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആ നിയമങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ പാസ് നിയമം. അവിടെ തന്നെയുണ്ട്, പാസ് സഞ്ചരിക്കാനായിട്ടുള്ള അധികാരം കറുത്ത വർഗ്ഗക്കാർക്ക് നിഷേധിച്ചു. ഗ്രൂപ്പ് ഏരിയ നിയമം, ഈ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ ഈ സ്ഥലത്ത് മാത്രമേ താമസിക്കാവൂ, മറ്റേ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ മറ്റേ സ്ഥലത്ത് മാത്രമേ താമസിക്കാവൂ തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്ന ഗ്രൂപ്പ് ഏരിയ നിയമം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം. ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയൽ കാർഡ് വേണം. അവരുടെ വംശം വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് വേണം. ദെൻ ബെൻഡു അധികാര നിയമം. ബെൻഡു അധികാര നിയമം എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറുത്ത വർഗ്ഗക്കാരെ പ്രത്യേക വിഭാഗങ്ങളായി കണക്കാക്കുകയും അവരുടെ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പ്രത്യേക സൗകര്യ സംഭരണ നിയമം. അതായത് പൊതു ഇടങ്ങളിലൊക്കെ സൈൻ ബോർഡ് വെച്ചിരിക്കും, അതനുസരിച്ച് ആളുകൾക്ക് അവിടെ നിൽക്കാനൊക്കെ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ബെൻഡു വിദ്യാഭ്യാസ നിയമം. വിദ്യാഭ്യാസത്തിന് മാത്രം കറുത്ത വർഗ്ഗക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവകാശം നൽകുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ബെൻഡു വിദ്യാഭ്യാസ നിയമം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്, പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസം പിന്തുടരാൻ മാത്രമുള്ള അവകാശം, മോഡേൺ എഡ്യൂക്കേഷൻ അവിടെ നിഷേധിക്കപ്പെട്ടു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ നിയമം, അതായത് പ്രത്യേക സൗകര്യ സംവരണ നിയമപ്രകാരം ആ ഒരു സൈൻ ബോർഡ് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ് നൽകിയിട്ടുള്ളത്. നോക്കിയേ, വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം, നോ വൈറ്റ് മെയിൽസ്. ഓക്കെ, യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം, അതോടൊപ്പം തന്നെ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പ്രവേശനം. ഈ പൊതുസ്ഥലവും സൗകര്യവും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മുന്നറിയിപ്പ്, തദ്ദേശീയരെ സൂക്ഷിക്കുക. സാധാരണ നമ്മൾ എന്താണ്, കള്ളന്മാരെ സൂക്ഷിക്കുക എന്നൊക്കെയാണ് എഴുതി വയ്ക്കുന്നത് സാധാരണ. ഇവിടെ എന്താണ്, തദ്ദേശീയരെ സൂക്ഷിക്കുക എന്നാണ് എഴുതിയിട്ടുള്ളത്. ഡർബൻ തീര നിയമം സെക്ഷൻ 37 പ്രകാരം ഡർബൻ കടൽ തീരം വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ ഒരു സൈൻ ബോർഡും അവിടെ വച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കുക. അടുത്ത നോക്കിയേ, ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് പല റൈറ്റ്സും പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർ വെറുതെ ഇരിക്കുമോ? ഇല്ല, സ്വാഭാവികപരമായി അവരെന്ത് ചെയ്യും, പ്രതികരിക്കും. സോ ആ പ്രതികരണം എപ്രകാരമായിരുന്നു, ആരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു പ്രതികരണം നടന്നിരുന്നത്, ആ പ്രതികരണത്തിന് എന്തെങ്കിലും ഫലങ്ങളുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ,
കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികപരമായും തകർച്ച നേരിട്ടു. ദേശീയ സമ്പദ് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും തദ്ദേശീയ ജനത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി. ഇത്തരം വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും എതിരെ ദക്ഷിണാഫ്രിക്കൻ ജനത നടത്തിയ ചില പ്രധാനപ്പെട്ട സമരങ്ങൾ നോക്കാം. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപകം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ ആരംഭിച്ചു. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നതാണ് നെൽസൺ മണ്ടേലയുടെ ആ ഒരു പാർട്ടി. അപ്പോൾ ആ പാർട്ടി എന്ത് ചെയ്യുന്നു? കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. പക്ഷേ ആദ്യകാല പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായ നിയമലംഘന സമരങ്ങളായിരുന്നു, അല്ലെ? സമാധാനമായിരുന്നു. അങ്ങനെ ആക്രമണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സമാധാനപൂർവ്വമുള്ള സമരമായിരുന്നു ആദ്യകാലങ്ങളിൽ. ആ ഒരു ചിത്രമൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഹ്വാനം അനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും ചെയ്തു. ഓക്കെ, അതായത് അവിടെ പല വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ ഇവർ കൂടെ നിർത്തി. ഏതൊക്കെ പാർട്ടിക്കാരാണ്? ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഹ്വാനം അനുസരിച്ച് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്തു? ഈ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളൊക്കെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ പല നിയമങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞു പാസ് നിയമം, നിരോധജ്ഞ, അവയൊക്കെ ചോദ്യം ചെയ്തവരെ വെറുതെ വിട്ടില്ല, എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1956 രാജ്യദ്രോഹം കുറ്റം ചുമത്തി നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ 1956 നെൽസൺ മണ്ടേല അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആഫ്രിക്കൻ വർഷം ഏതാണ് സുഹൃത്തുക്കളെ? നോക്കിയേ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ് 1960 അല്ലെങ്കിൽ 1960കളിലെ ദക്ഷിണാഫ്രിക്ക എന്ന് പറഞ്ഞും ചോദിക്കാം. 17 ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഈ വർഷത്തിന് ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, എന്താണ്? 17 ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വർഷത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ് വിൽ എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, എന്താണ്? പാസ് നിയമങ്ങൾക്കെതിരെ ഷാർപ്പ് വിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സമരം ചെയ്ത ആൾക്കാരെ എന്ത് ചെയ്യുകയാണ്? കൂട്ടക്കൊല ചെയ്യുകയാണ്. ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചതും 1960കളിലാണ്. സോ ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു 1960. അതോടൊപ്പം തന്നെ ഷാർപ്പ് വിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുകയാണ്? പാസ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തു 1960. അതോടൊപ്പം തന്നെ 17 ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഏത് വർഷം? 1960. അപ്പോൾ ദക്ഷിണാഫ്രിക്ക 1960കളിൽ എന്ന് ഹെഡിങ് നൽകി ഈ ഒരു 3 പോയിന്റ് അവിടെ എഴുതി വെക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ, റോബൻ ദ്വീപ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിലുള്ള പ്രാധാന്യമാണ് ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനുള്ളത്. അപ്പോൾ റോബൻ ദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആൻഡമാനിലെ സെല്ലുലാർ എന്ന് പറയുന്ന ജയിലുണ്ട്, അല്ലെങ്കിൽ കാലാപാനി. അപ്പോൾ ആ ഒരു ജയിലിന്റെ അത്രയും അല്ലെങ്കിൽ ആ ഒരു സെയിം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിലുള്ള ഒരു ജയിലാണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് ഏതെന്ന് പറയുന്ന റോബൻ ദ്വീപിലുള്ളത് ആ ഒരു ജയിൽ. ഓക്കെ, ആ ജയിലുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്ന റോബൻ ദ്വീപ്. അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നാട് കടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണ്. അപ്പോൾ വളരെ ദ്വീപായതുകൊണ്ട് തന്നെ രാജ്യവുമായിട്ട് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും അല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളെ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന നേതാക്കളെ എല്ലാവരും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ദ്വീപിലേക്കാണ് കൊണ്ടുപോകുന്നത്. 18 വർഷം നെൽസൺ മണ്ടേല തടവിൽ കഴിഞ്ഞ
എവിടെയാണ്? ഈ ഒരു റോബൻ ദ്വീപിലാണ്. അപ്പോൾ 18 വർഷം അദ്ദേഹം റോബൻ ദ്വീപിൽ തടവിലാക്കപ്പെടുന്നു. വോട്ടവകാശം, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കാൻ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് അല്ലെങ്കിൽ സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമര രീതി നടപ്പിലാക്കപ്പെട്ടു അല്ലെങ്കിൽ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ സ്റ്റേ അറ്റ് ഹോം എന്ന സമര രീതി നിലവിൽ വന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. അപ്പോൾ തദ്ദേശീയരും ഇന്ത്യക്കാരുമായിട്ടുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യുകയാണ്? ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം ഈ സമയത്ത് അടഞ്ഞു കിടക്കുന്നു. ഈ പണിമുടക്ക് വർണ്ണ വിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കൻ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരുപ്പ് സമരം. അപ്പോൾ വീട്ടിലിരുപ്പ് സമരം, സ്റ്റേ അറ്റ് ഹോം എന്ന സമര രീതി കൊണ്ടുവന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? തദ്ദേശീയരായിട്ടുള്ള ഇന്ത്യക്കാരും തൊഴിലാളികളും ഒക്കെ പങ്കെടുത്തു. എല്ലാ തരത്തിലുള്ള തൊഴിലാളികളും പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ GDP ഒക്കെ താഴോട്ട് വരും, രാജ്യം പട്ടിണിയിലാവും, രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? വർണ്ണ വിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ശക്തിയും അതുപോലെ തന്നെ എത്രത്തോളമാണ് ആ ഒരു ഐക്യമെന്ന് ഈ ഒരു സമര രീതിയിലൂടെ വെളിപ്പെടുത്താനായി സാധിച്ചു. സമാധാനപരമായ സമരങ്ങൾക്ക് ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം വളരെ സമാധാനപരമായിരുന്നു, പിന്നെ എന്ത് ചെയ്തു? സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയാണ്. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. അപ്പോൾ എന്താണ്? 1964 അദ്ദേഹത്തിന് ജീവപര്യന്തം തടവിന് വിധിക്കുകയാണ്. റോബൻ ദ്വീപിലും അതുപോലെ തന്നെ പോൾസ്മൂർ ജയിലിലുമായി തുടർച്ചയായി 26 വർഷം കഠിനമായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി. ഇതോടെ നാട്ടിലാകെ കലാപങ്ങൾ പടർന്നു. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ ഗവൺമെന്റ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ്? 1964 എന്ത് ചെയ്യുന്നു? നെൽസൺ മണ്ടേലയെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചു. എത്ര വർഷമാണ്? 26 വർഷം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഐക്യരാഷ്ട്ര സംഘടന അതുപോലെ തന്നെ മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണവിവേചനം എന്ന പ്രമേയം പാസാക്കി. ഇതോടൊപ്പം തന്നെ നാട്ടിൽ കലാപങ്ങൾ പടർന്നു. കലാപങ്ങൾ പടർന്നതുകൊണ്ട് തന്നെ രാജ്യത്തിന് സമാധാനം നഷ്ടപ്പെടും. അതിനാൽ 1984 ദക്ഷിണാഫ്രിക്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ കലാപകാരികൾ ഉണ്ടായിരിക്കുമോ? കലാപം വീണ്ടും തുടർന്നു. ഒരുപാട് കറുത്ത വർഗ്ഗക്കാര് കൊല്ലപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുവാനും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കം ചെയ്തു. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനായി. അപ്പോൾ നെൽസൺ മണ്ടേല ജയിൽ മോചിതനായ വർഷം, ഡേറ്റ്, മാസം 1990 ഫെബ്രുവരി 11. അതായത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1 1 2 1 + 1 എന്താണ്? 2. 2 എന്ന് പറയുന്നത് ഏത് മാസം? ഫെബ്രുവരി മാസം. 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേലയെ ജയിൽ മോചിതനാക്കുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനമെല്ലാം മാറ്റുന്നു. 1991 വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ടു. അപ്പോൾ വർണ്ണവിവേചന നയം പിൻവലിക്കപ്പെട്ട വർഷം 1991. 1994 നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 91 എന്ത് ചെയ്യുകയാണ്? വർണ്ണവിവേചന
നയം പിൻവലിച്ചു. 94 ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ആര് പ്രസിഡന്റായിട്ട് വരുന്നു? നെൽസൺ മണ്ടേല സ്വതന്ത്ര ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായിട്ടുള്ള പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം 90കളൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആ വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിൽ ഇല്ലാതാവുകയാണ്. പ്രസിഡന്റായി സ്ഥാനമേറ്റ് നെൽസൺ മണ്ടേല നടത്തിയ പ്രസംഗം. അപ്പോൾ ഈ ഒരു പ്രസംഗം ഒന്ന് കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ 1994 സ്വാതന്ത്ര്യ ചാർട്ടിന്റെ പ്രാരംഭ വാക്കുകൾ. ഈ പ്രസംഗത്തിലൂടെ ആഫ്രിക്കക്കാർ ഒറ്റ ജനതയായി നിൽക്കേണ്ട പ്രാധാന്യം നെൽസൺ മണ്ടേല ഓർമ്മിപ്പിച്ചു. ഒരേ പ്രദേശത്ത് വ്യത്യസ്ത വംശങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന വർത്തമാനകാലത്ത് നെൽസൺ മണ്ടേല ഉയർത്തിപ്പിടിച്ച സഹവർത്തിത്വ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം മാതൃകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആഫ്രിക്കയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. ഓക്കെ, ആഫ്രിക്കയിലെ അധിനിവേശക്കാർ ആരൊക്കെയായിരുന്നു, അതോടൊപ്പം തന്നെ ബ്രിട്ടൻ ഭൂവർമാർ അവർ നടപ്പിലാക്കിയ നയങ്ങൾ, വർണ്ണവിവേചനങ്ങൾ എങ്ങനെയായിരുന്നു ആഫ്രിക്കയിൽ, നെൽസൺ മണ്ടേല എത്തരത്തിലാണ് ആ ഒരു വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയത്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രാധാന്യം, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കി. ദക്ഷിണാഫ്രിക്ക ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി ദക്ഷിണ അമേരിക്ക. അപ്പോൾ ഏതാണ് ആൻസർ? അപ്പോൾ കൂട്ടുകാർ ഈ ഒരു ആൻസർ ഒന്ന് എഴുതാനായി ഒന്ന് ശ്രമിക്കണേ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആഫ്രിക്ക. അപ്പോൾ എൻ്റെയോടൊപ്പം ഒന്ന് പറയുകയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഒന്ന് ഓപ്ഷൻ വൈസ് ഒന്ന് ആൻസർ എഴുതാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അടുത്ത ചോദ്യം നോക്കിയേ. ശുഭപ്രതീക്ഷ മുനമ്പ് ഏത് സമുദ്രത്തിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ബി ആർട്ടിക് സമുദ്രം, ഓപ്ഷൻ സി അറ്റ്ലാന്റിക് സമുദ്രം, ഓപ്ഷൻ ഡി പസഫിക് സമുദ്രം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി അറ്റ്ലാന്റിക് സമുദ്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്, PSCക്കൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അടുത്ത നോക്കിയേ. കോളനി വൽക്കരണം എന്നത് എന്താണ്? ഓപ്ഷൻ എ സ്വതന്ത്ര രാജ്യങ്ങൾ രൂപപ്പെടുന്നത്, ഓപ്ഷൻ ബി ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തെ നിയന്ത്രിക്കുന്നത്, ഓപ്ഷൻ സി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം, ഓപ്ഷൻ ഡി ജനസംഖ്യ വർദ്ധിക്കൽ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തെ നിയന്ത്രിക്കുന്നത്. അടുത്ത നോക്കിയേ. ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികൾ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ എ ബുവർ ആഫ്രിക്കാനർ, ഓപ്ഷൻ ബി സാൻ ഖോസോ, ഓപ്ഷൻ സി ബ്രിട്ടീഷ്, ഓപ്ഷൻ ഡി ഫ്രഞ്ച്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി സാൻ ഖോസോ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത നോക്കിയേ. ബ്രിട്ടീഷുകാർ കേപ്പ് കോളനി പിടിച്ചെടുത്തപ്പോൾ ഏത് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി ജർമ്മൻ, ഓപ്ഷൻ സി ഫ്രഞ്ച്, ഓപ്ഷൻ ഡി ഡച്ച്. ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ഡച്ച് ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഡച്ച് ഭാഷയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ കേപ്പ് കോളനി പിടിച്ചെടുത്തപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയത്. അടുത്ത നോക്കിയേ. ഒന്നാം ബുവർ യുദ്ധം നടന്നത് ഏത് വർഷങ്ങളിലാണ്? ഓപ്ഷൻ എ 1899 മുതൽ 1902, ഓപ്ഷൻ ബി 1880, 81, ഓപ്ഷൻ സി 1850, 52, ഓപ്ഷൻ ഡി 1905, 1906. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി 1880 മുതൽ 1881 വരെയായിരുന്നു ഒന്നാം ബുവർ യുദ്ധം. അടുത്ത നോക്കിയേ. രണ്ടാം ബുവർ യുദ്ധത്തിന് പ്രധാന കാരണം എന്തായിരുന്നു? ഓപ്ഷൻ എ ഭാഷാ വിവാദം, ഓപ്ഷൻ ബി സ്വർണ്ണ വജ്ര ഖനികളുടെ നിയന്ത്രണം, ഓപ്ഷൻ സി മതവിവാദം, ഓപ്ഷൻ ഡി അതിർത്തി പ്രദേശങ്ങൾ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? സ്വർണ്ണ വജ്ര ഖനികളുടെ നിയന്ത്രണം. അടുത്ത ചോദ്യം നോക്കിയേ. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ മിറർ, ഓപ്ഷൻ ബി ഹരിജൻ, ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ, ഓപ്ഷൻ ഡി നാഷണൽ ഹെറാൾഡ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത നോക്കിയേ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിക്കപ്പെട്ട രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി പാകിസ്ഥാൻ, ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക.
അടുത്ത ചോദ്യം നോക്കിയേ, ഏത് സമര രീതികൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ചു? ഓപ്ഷൻ എ സായുധ സമരം, ഓപ്ഷൻ ബി നിസ്സഹരണം, നിയമലംഘനം, സത്യാഗ്രഹം, ഓപ്ഷൻ ഡി സാമ്പത്തിക ഉപരോധം, ഓപ്ഷൻ ഡി രാഷ്ട്രീയ പാർട്ടി രൂപീകരണം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി നിസ്സഹരണം, നിയമലംഘനം, സത്യാഗ്രഹം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ലെക്ചർ നോട്ട് എഴുതുക. ക്ലാസ് ഒരു പ്രാവശ്യമല്ല, അറ്റ്ലീസ്റ്റ് 2 or 3 പ്രാവശ്യമെങ്കിലും കാണുക. അപ്പോൾ കൂടുതൽ ഫാക്ട്സ് കൂട്ടുകാർക്ക് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, പഠനം മുന്നോട്ട് പോവുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.